ഒരു 10 മുതൽ 15,000 വരെ ഡീസൽ എല്ലാ മാസവും അടിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഇലക്ട്രിക് വണ്ടിയിലേക്ക് എന്തുകൊണ്ട് മാറിക്കൂടാന്നുള്ള ഒരു ആലോചന ചിന്ത വന്നു. അത് ആക്സിലറേഷൻ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ആവും, കാര്യമായി തന്നെ ഡ്രോപ്പ്. പിന്നെ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചർ ആയിട്ടുള്ള 2 എയർ ബാഗ്, പിന്നെ ABS CBD അതൊക്കെ ഇതിലുണ്ട്. ഇത്രയും ചെറിയ വണ്ടിയിൽ അതൊക്കെ. ഹലോ ഗൈസ്, വെൽക്കം ടു ഈസ്റ്റ് കേരള. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും പുതിയ MG കോമറ്റ് ആണ്, EV ആണ്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം പെട്രോൾ ഡീസൽ വിലയെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ആൾക്കാർ കൂടുതൽ ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഇലക്ട്രിക്കൽ വണ്ടിയാണ്. അപ്പം ഒരു EV വണ്ടിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ വണ്ടി ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയോട് ഈ വണ്ടിയുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം. EV വണ്ടി ലാഭമാണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ടുണ്ടാവും ഈ ഒരു വീഡിയോയിൽ. നമുക്ക് അദ്ദേഹത്തെ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കാം. കുറച്ചു കാലമായിട്ട് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്ന വ്യക്തി എൻ്റെ ഒരു അടുത്ത സുഹൃത്തു കൂടിയാണ്, നമ്മൾ ഒരുമിച്ച് പഠിച്ചൊരു ഒരാളാണ്. അപ്പോൾ ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തോളൂ. ഷമീം, എൻ്റെ പേര് ജിൻഡോ. ഞാനൊരു ഫാർമ കമ്പനിയിൽ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. കണ്ണൂരാണ് ഇപ്പോൾ താമസം. ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ എത്രയായി ശരിക്കും? ഇപ്പോൾ കറക്റ്റ് പറയുവാണെങ്കിൽ 13 മാസമായി വണ്ടി എടുത്തിട്ട്. 13 മാസം, ഒരു വർഷവും ഒരു മാസമായി കൂടുതലായല്ല. നമുക്ക് ആദ്യം ഇതിന്റെ ഒരു നല്ല വശങ്ങളൊക്കെ പറയാം. അതായത് ഒരു EV വണ്ടിയുടെ പോസിറ്റീവ് വശങ്ങൾ, പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് EV വണ്ടിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് ആദ്യം നോക്കാം. ഞാൻ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് എറ്റിയോസ് ലിവയാണ് ഡീസലാണ് ഉപയോഗിച്ചത് വണ്ടി. ഏകദേശം ഒരു 10 മുതൽ 15,000 രൂപ വരെ മന്ത്ലി ഡീസൽ അടിക്കുന്ന. മെഡിക്കൽ ട്രിപ്പായിട്ട് കൂടുതൽ ഓട്ടം ഉണ്ടാവും അല്ലേ? നല്ല ഓട്ടം ഉണ്ടായിരുന്നു. ഒരു 10 മുതൽ 15,000 വരെ ഡീസൽ എല്ലാ മാസവും അടിക്കാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഇലക്ട്രിക് വണ്ടിയിലേക്ക് എന്തുകൊണ്ട് മാറിക്കൂടാന്നുള്ള ഒരു ആലോചന ചിന്ത വന്നു അല്ലേ? അങ്ങനെ കുറെ വണ്ടികൾ ഇങ്ങനെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ നോക്കി ലാസ്റ്റ് കോമറ്റിലേക്ക് എത്തി. ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടി? ഇതിപ്പോ 35,000 കിലോമീറ്റർ. 35,000 ഒരു വർഷത്തിന്റെ ഉള്ളിൽ? അതെ, ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ 35,000 കിലോമീറ്റർ ഇപ്പൊ കവർ ചെയ്തു. ഏകദേശം ഓൺ റോഡ് എത്ര പ്രൈസ് ആണുണ്ടത്? ഇത് ഞാൻ എടുത്ത ടൈമിൽ 8 lakhs സംതിങ് ആയിരുന്നു ഇതിന്റെ ഓൺ റോഡ് കോസ്റ്റ്. പക്ഷെ ഞാൻ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് എടുത്ത് ഏകദേശം ഒരു 7,70,000 രൂപയ്ക്ക് ഞാൻ ഈ വണ്ടി ഓൺ റോഡ് ഇറക്കി. കുറെ EV വണ്ടികൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് വണ്ടികൾ ആ സമയത്ത് നോക്കിയിരുന്നു. അപ്പോൾ EV വണ്ടികൾ ഏകദേശം പ്രൈസ് റേഞ്ച് വരുന്ന ടിയാഗോ ഒക്കെ നോക്കിയിരുന്നു. പഞ്ച് ഇച്ചിരൂടെ പ്രൈസ് കൂടുതലാണ്. പക്ഷെ അതൊരു പ്യുവർ EV പ്ലാറ്റ്ഫോമിലുള്ള വണ്ടി ആ ടൈമിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. പിന്നെ സിറ്റി ഡ്രൈവിൽ ഇത് ഭയങ്കര കൺവീനിയന്റ് ആണ് കൊണ്ടുവെക്കാനും. സാധാരണ നോർമൽ കാർ ഞാൻ ഇതുവരെ ഇതിന്റെ അകത്ത് കയറിയിട്ടില്ല. നമുക്കൊരു ഡ്രൈവ് പോകാന്നിട്ടും കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ശരിക്കും 5 പേർക്ക് തന്നെ യാത്ര ചെയ്യാല്ലേ? ഇത് ചെറിയ സീറ്റിംഗ് കപ്പാസിറ്റി അല്ലെ പെർമിറ്റ് 4 പേർക്കുള്ളതാണ്. 4 പേർക്ക്, ഫ്രണ്ടിൽ 2 ബാക്കിൽ 2. നമുക്ക് 5 പേർക്കും പോകാം. പക്ഷെ കുറച്ച് കൺജസ്റ്റഡ് ആവുന്നത്. ഇത് ശരിക്കും റേഞ്ച് എല്ലാം എത്രയാന്ന് പറയുന്നത്? കമ്പനി ക്ലെയിം ചെയ്യുന്നത് 200 കിലോമീറ്റർ ആണ്. ഞാനിത് 200-220 വരെ ഇത് ഓടിച്ചിട്ടുണ്ട്. 220 വരെ ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഓടിച്ചിട്ടുണ്ട്. അതായത് അതിന്റെ ഒരു രീതിയിൽ ഞാൻ മുമ്പ് പഞ്ചൊക്കെ എടുത്ത് നോക്കിയിരുന്നു EV. അതായത് നമ്മൾ ആക്സിലേറ്റർ നോർമലിൽ കൊടുത്തിട്ട് 200 പറഞ്ഞ 220 കിട്ടുന്നത്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ പറയുന്നതിനേക്കാൾ കൂടുതൽ റേഞ്ച്. റീജനറേഷൻ മാക്സിമം യൂസ് ചെയ്ത് ഒരു 2 പേര് ആണ് വണ്ടിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ ഒരു ലെവൽ റോഡ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ഇവർ പറയുന്നതിലും അപ്പുറമുള്ള റേഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമല്ല. അതായത് ഇനി മോഡുകൾ എത്രയുണ്ട് ശരിക്കും ഇതില്? ഇക്കോ, നോർമൽ, സ്പോർട്സ്, ഇത്രയും മോഡുകളാണ് ഇതിന് വരുന്നത്. ഇക്കോയിലാണ് നോർമൽ കിട്ടല്ലേ? ഇക്കോയില് ഹെവി റീജനറേഷൻ മോഡിലാണ് ഈ പറയുന്ന 200-ന് പുറത്ത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളു. ഇപ്പൊ സ്പോർട്സ് സിറ്റി എല്ലാം ചെയ്യുമ്പോ നമുക്ക് 200, ചിലപ്പോ 150-100 ഒക്കെ കിട്ടും. സ്പോർട്സ് മോഡിൽ ഓടിക്കുമ്പോ ആവറേജ് 150 അത്രേ കിട്ടുള്ളൂ. ഞാനിപ്പോ വരുമ്പോ ഇവന്റെ ബാക്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് വന്നതാണ്. ഞാനൊരു പെട്രോൾ വണ്ടിയാണ് ഉള്ളത്, ആൾട്ടോ. ആ വണ്ടി എടുത്തിട്ട് വരുമ്പോ നീ എന്റെ മുമ്പിലുണ്ട്. പലരും ചോദിക്കല് കയറ്റം കയറുമോ EV വണ്ടി. ഇവൻ പറഞ്ഞിട്ടാന്ന് വന്നത്, എനിക്ക് കാണുന്നില്ല, റൂട്ട് മനസ്സിലാവുന്നില്ല. അതെ, ഈ വണ്ടി കയറ്റം ഇങ്ങനെയുള്ള കയറ്റാണ് ഉണ്ടായത്. ഈ വണ്ടി എടുത്തപ്പോ എല്ലാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇത് കയറ്റം കയറുമോ? പക്ഷെ അത് EV വണ്ടി യൂസ് ചെയ്യാത്ത ആൾക്കാരെ അവരൊക്കെ അറിയത്തില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. സാധാരണ ഒരു ഐസ് എഞ്ചിൻ വണ്ടി
കയറ്റം കയറുന്നതിന്റെ 3 സ്പീഡിൽ ഇലക്ട്രിക് വണ്ടി കയറ്റം കയറുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം ഇങ്ങനെയുള്ള കയറ്റാൻ നമ്മൾ കയറിയിട്ട് ഇങ്ങോട്ട് വന്നത്. ഞാൻ പെട്രോൾ ആൾട്ടോ ആണ് ഉപയോഗിക്കുന്നത്. ആ ആൾട്ടോ ഫസ്റ്റിലിട്ടിട്ട് വരുമ്പോ അതിന്റെ ഡബിൾ സ്പീഡിൽ ഇവനെ കാണുന്നില്ല കയറ്റം കയറുമ്പോൾ, അത്രയും സ്പീഡിലാന്ന് വന്നത്. കാരണം ഇത് ഇനീഷ്യലി ഫുൾ ടോർക്കാണ് ഈ വണ്ടി. ഫുൾ ടോർക്കിൽ തന്നെ ഇനീഷ്യൽ ആക്സലറേഷൻ തന്നെ കിട്ടുന്നതുകൊണ്ട് അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ക്വിക്ക് റെസ്പോൺസ് ആണ്. നിങ്ങൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് സംസാരിച്ചാലോ? നിങ്ങളിപ്പോ ഒരു ഡ്രൈവ് പോവാന്ന്, EV വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ചിട്ട് ടയേർഡൊന്നും ഉണ്ടാവില്ല അല്ല, അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടല്ലേ? ഈ EV വണ്ടിയിൽ നമുക്ക് പ്രത്യേകിച്ച് വണ്ടിയുടേതായ ശബ്ദങ്ങളോ നോയ്സോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ് ഇതിനുള്ളിൽ. പിന്നെ പുറത്തെ നോയ്സുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ടയർ, റോഡിലുള്ള ഫ്രിക്ഷന്റെ ആ സൗണ്ട്, അങ്ങനത്തെ നോയ്സുകളാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. ഇപ്പൊ പോകുമ്പോൾ പിന്നെ ഹോൺ അടിക്കുന്നതും ഒക്കെ നമുക്ക് വളരെ സൗണ്ടിൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ വേറൊരു എനിക്ക് തോന്നുന്നു ഈ ആൾക്കാരെല്ലാം പെട്ടെന്ന് ഐഡന്റിറ്റി ചെയ്യില്ല അല്ലെ, നടന്നു പോകുന്ന ആൾക്കാർ. ഇല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ ചെറിയ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഈ വണ്ടിക്ക് ശബ്ദം ഇല്ലാത്തതുകൊണ്ട് ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. എപ്പോഴും അത് ഹോൺ യൂസ് ചെയ്യുക എന്നുള്ളത് അതിന് ഒരു മാർഗമുള്ളൂ. എത്ര മാക്സിമം സ്പീഡ് വരെ പോയിട്ട്? ഇത് 105 ഇത് ലോക്കാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ എത്ര ചവിട്ടിയാലും വണ്ടി നീങ്ങില്ല. 105-105 പോയിട്ടുണ്ടോ? 105 ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 100 മീറ്റർ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അങ്ങനെ റോഡിൽ നമ്മൾ ഓവർ സ്പീഡ് ഏത് വണ്ടിയാണെങ്കിലും റിസ്ക് ആണ് നമുക്ക്. ഓവർ സ്പീഡിന്റെ പ്രൊമോട്ട് ചെയ്യാനല്ല, പക്ഷെ ഇത് എന്താണ്, ഇത് എത്ര സ്പീഡ് വരെ പോകും എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒരു റോഡ് കിട്ടിയ ഒരു സമയത്ത് ജസ്റ്റ് ഒരു 500 മീറ്റർ അത്രയും ഓടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് ആ ഒരു 105 ഇത് പിന്നെ ആക്സലറേഷൻ ഇല്ല, ലോക്കാണ്. മാക്സിമം സ്പീഡ് എത്ര കമ്പനി പറയുന്നത്? 105. അത് തന്നെ. പിന്നെ ലോങ് ഇങ്ങനെ ഒരു യാത്ര പോലെ അങ്ങനെ എവിടെയെങ്കിലും അത് ഇത് അതിന് പറ്റിയ വണ്ടിയല്ല. കാരണം എന്താണ്, നമ്മൾ ഒരു 100 കിലോമീറ്റർ ഡെയിലി പോയി വരുന്ന അല്ലെ 150 കിലോമീറ്റർ ഡെയിലി പോയി വരുന്നവർക്കാണ് കൂടുതൽ ഡെയിലി കമ്മ്യൂട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ച് ഇറക്കിയിരിക്കുന്ന ഒരു വണ്ടിയാണ്. പർപ്പസ് ലോങ് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പോകാം, നമുക്ക് പോസിബിൾ ആണ്. അതിന് നമുക്ക് ഇച്ചിരി പ്ലാൻ ചെയ്ത് പോകണമെന്ന് മാത്രമേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ചാർജിങ് സ്പോട്ട് ആയല്ലേ? അതെ, ചാർജിങ് സ്പോട്ട് ഓൾമോസ്റ്റ് കുറെ സ്ഥലങ്ങളിലായിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CCS2 എന്ന് പറയുന്ന നമ്മുടെ നോർമൽ 3.3 കിലോവാട്ടിന്റെ ചാർജർ തന്നെ ഇതിന് സ്യൂട്ട് ആവുള്ളൂ. അവിടെ ഫാസ്റ്റ് ചാർജിങ് ഗണ്ണ് ഇതിന് സൂട്ടബിൾ അല്ല. അതെ. ഇത് നമുക്ക് ഈ വണ്ടി സ്ലോ ചാർജ് വേരിയന്റ് ആണ്. പക്ഷെ ഞാൻ എടുത്ത ടൈമിൽ ഇതിന്റെ ഫാസ്റ്റ് ചാർജ് വേരിയന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് AC ഫാസ്റ്റ് ചാർജ് ആണ്. 3.5 hours ആണ് അതിന്റെ ഫുൾ ചാർജിന് അവർ പറയുന്നത്. ഇതിപ്പം ഈ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് ഈ വണ്ടി 0 to 100 ആണെങ്കിൽ 7 hours വേണം ഫുൾ ചാർജ് ആവണമെങ്കിൽ. 7 hours. അതായത് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഇതിനില്ല. ഈ ഒരു വേരിയന്റ് നമ്മൾ പറയാൻ വിട്ടുപോയി. വേരിയന്റ് ഇത് ഇപ്പൊ ഞാൻ ഈ വണ്ടി MGയുടെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണ്, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വേരിയന്റ്. അതായത് ശരിക്കും പറഞ്ഞ ഒരു ബേസ് വേരിയന്റ്. അത് ബേസ് വേരിയന്റ്. പക്ഷെ ഇതിൽ കൂടിയ വേരിയന്റ് വരുമ്പോൾ റേഞ്ചും കൂടുതൽ കിട്ടും, ഫാസ്റ്റ് ചാർജിങ് ഇല്ല. ഇതിന്റെ ഏത് റേഞ്ചിലും ഏത് വേരിയന്റ് എടുത്താലും ബാറ്ററി പാക്ക് 17.3 കിലോവാട്ട് സെയിം ആണ് എല്ലാത്തിനും പറയുന്ന റേഞ്ചും ഇത് തന്നെ. ബാക്കിയുള്ള കുറച്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് മാത്രമേ വ്യത്യാസങ്ങളുള്ളൂ. ബാക്കിയുള്ളത് ഫാസ്റ്റ് ചാർജിങ് വേരിയന്റ് വരുന്നുണ്ട്. അതിന് ഏകദേശം ഒരു 70,000 to 1 lakh അഡീഷണൽ പേ ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിട്ട് മാത്രം ഫാസ്റ്റ് ചാർജ് ഇത് അങ്ങനെ ഒരു ആവശ്യത്തിൽ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ കാര്യമുള്ളൂ. അതെ. നമ്മള് ഡെയിലി യൂസിന് നമ്മള് ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ ചാർജ് ചെയ്യുന്നു, ഓവർനൈറ്റ് ചാർജ് ചെയ്യുന്നു. അതെ. ഓവർനൈറ്റ് ചാർജ് ചെയ്യുന്നു, വീണ്ടും രാവിലെ സെയിം. അതിനുവേണ്ടി കാരണം പുറത്തു നിന്നവരെ ചാർജ് ചെയ്യേണ്ട ആവശ്യങ്ങൾ എനിക്ക് ഒരു വട്ടമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് കോഴിക്കോട് പോയ ഒരു ടൈമിലാണ് ചെയ്തത്. അല്ലാണ്ട് ഇത് അങ്ങനെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. എനിക്കൊന്ന് മാളിലും പിന്നെ അതുപോലെ ചാർജിങ് സ്പോട്ടെല്ലാം ഒരുപാട് വരാൻ തുടങ്ങിയല്ലോ ഇപ്പം. അതെ, ചാർജിങ് സ്റ്റേഷൻസ് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു വേരിയന്റും കൊണ്ട് നമ്മൾ പുറത്ത് ചാർജിങ് സ്റ്റേഷനിൽ പോയാൽ നമുക്ക് അത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിലേ നമുക്കത് കൊണ്ട് യൂസ് ആവുള്ളൂ. കാരണം ഫുൾ ചാർജ് ആവണമെങ്കിൽ അത്രയും ടൈം എടുക്കും. ഒരു 1 hourൽ ഒരു 20% ഒക്കെ ചാർജ് നമുക്ക് കിട്ടും. എടുക്കാം 20-25% ഒരു പെർസെന്റേജിൽ ഇത് 2 കിലോമീറ്റർ ആണ് ഒരു പെർസെന്റേജിൽ ഇത് ഈ വണ്ടി ഓടുന്നത്. അപ്പൊ അത് വെച്ച് ഒരു മാക്സിമം നമുക്കൊരു 20% ഒരു 40 കിലോമീറ്റർ, ഒരു ഐഡിയയിൽ ഒരു 35-30 ഒക്കെയാണ്
വളരെ ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് പോകാൻ വേണ്ടിട്ട് പറ്റും. പിന്നെ ലോങ് ഒറ്റ ഇപ്പം ട്രിപ്പ് പോവാനോ അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടുണ്ടോ ജിൻഡോ ഈ വണ്ടി? ഞാൻ ഈ വണ്ടി ഏറ്റവും കൂടുതൽ ഒറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്തിട്ടുള്ളത് കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് പോയി തിരിച്ച് കണ്ണൂർ വന്നതാണ് ഒറ്റ സ്ട്രെച്ചിൽ ചാർജ് ചെയ്യാണ്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഏകദേശം 190 കിലോമീറ്റേഴ്സോളം ഉണ്ട് അത് അല്ലേ? അതെ അതെ. കണ്ണൂർ സിറ്റിയിൽ നിന്ന് പോയി കാസർഗോഡ് വരെ പോയി തിരിച്ച് വീണ്ടും വന്നു 190. അത് തിരിച്ച് വന്നതിന് ശേഷം നമുക്കൊരു 22% അടുത്ത് ചാർജ് ബാലൻസ് ഉണ്ടായിരുന്നു. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത് 220 അടുത്ത് ഇതിന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞ. അതെ 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 അതെ. പക്ഷെ അതൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിലേ നമുക്കത് കിട്ടുള്ളൂ. നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ആവും, കാര്യമായി തന്നെ ഡ്രോപ്പ്. അതും എക്കോ മോഡിൽ തന്നെ. അതെ അതെ അതെ, എക്കോ മോഡിൽ തന്നെ പോകണം. ഇതിന്റെ ശരിക്കും ഇപ്പം ഈ ഒരു പിന്നെ പെട്രോൾ ഡീസൽ വണ്ടി ഒരുപാട് വണ്ടി ഉപയോഗിക്കുന്നതല്ലേ, അപ്പൊ ഈ ഒരു വണ്ടിയുടെ MG കോമറ്റിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇതിന്റെ ഡ്രൈവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ഫണ്ണിയാണ്. ഇതിന്റെ ഒരു ഡ്രൈവ് വളരെ അനായാസം നമുക്ക് കൈകാര്യം ചെയ്യാം. അത്ര ലൈറ്റാണ് ഈ വെഹിക്കിൾ. പിന്നെ ഇതിന് മറ്റ് ഗിയർ ചേഞ്ച് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ടോർക്കിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഒരു ഫീലാണ് ഇത് ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. വളരെ ഒരു ഫണ്ണി ആയിട്ട് നമുക്കിത് ഡ്രൈവ് ചെയ്യാം. പിന്നെ എസ്പെഷ്യലി ലേഡീസിന് ഇത് വളരെ കൺവീനിയൻ്റ് ആണ്. കാരണം ഇത് ഒരു സ്റ്റിയറിംഗ് ബാലൻസ് മാത്രം ഉണ്ടെങ്കിൽ ഈ വണ്ടി ഒരു ടോയ് കാർ പോലെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. സ്റ്റിയറിംഗ് ബാലൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ, ഗിയർ വേണ്ട അല്ലേ? അതെ, EV വണ്ടികൾക്കൊന്നും ഇപ്പം ഗിയർ ഇല്ല, ഓട്ടോമാറ്റിക് എഞ്ചിൻ അങ്ങനെ പാർട്ടുകളൊന്നും ഇല്ലാത്ത കൊണ്ട് ഗിയറിന് പ്രശ്നം വരുന്നില്ല. വളരെ ഫണ്ണിയാണ് ഡ്രൈവ്, വളരെ ഫണ്ണിയാണ്. വളരെ വ്യക്തമായിട്ട് നമുക്ക് നമ്മളൊരു ഉയർന്ന അല്ലെങ്കിൽ ഒരു കമാൻഡിങ് പൊസിഷനിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വിസിബിൾ ആണ്. നമുക്ക് റോഡ്, നമുക്ക് സറൗണ്ടിങ്സ് വളരെ വൈഡായിട്ട് നമുക്ക് കാണാൻ വേണ്ടിട്ട്. അത് തന്നെ ഫ്രണ്ടിലെല്ലാം ഞാനിപ്പോ ഇരിക്കുമ്പോ എനിക്ക് ലെഗ് സ്പേസ് എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ ഇതില്, അല്ലേ? അതെ, ഇത് ഒരു പ്യുവർ EV പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച വണ്ടി ആയതുകൊണ്ട് തന്നെ സ്പേസ് വളരെ അധികം ഉണ്ട്. പിന്നെ ഞാനിപ്പം വേറൊരു കാര്യം പ്രത്യേകിച്ചിട്ട് പറയാനില്ല നിങ്ങളോട്. ഞാനിപ്പോ ഡോർ കയറിയിട്ട് ഡോർ അടക്കുമ്പോൾ ഡോർ എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. ഞാൻ തള്ളുന്നത് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഞാൻ ജിൻഡോനോട് പറഞ്ഞു അത് നല്ല പവർ ഉണ്ട്. അതായത് സേഫ്റ്റിയുടെ കാര്യത്തില് ഞാൻ ചോദിച്ചു ജിൻഡോനോട് എന്താ ഇത്ര പവർ. അപ്പൊ പറഞ്ഞു നമ്മൾ ഈ വണ്ടി കാണുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ തോന്നും. സേഫ്റ്റിയുടെ 5 സ്റ്റാർ തന്നെ ഉണ്ടല്ലേ? 5 സ്റ്റാർ സേഫ്റ്റി ഗ്ലോബൽ NCAP ടെസ്റ്റ് ചെയ്തതല്ല, ഇത് ചൈനയില് വൂളിംഗ് EV എന്ന് പറയുന്ന അവരുടെ ഇതിൽ ടെസ്റ്റ് ചെയ്തതിൽ 5 സ്റ്റാർ സേഫ്റ്റി എന്നാണ് ഞാൻ വായിച്ചത്. സേഫ്റ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം അത്രയും പവർ ഉണ്ട്. ഡോർ നമ്മൾ വലിച്ചടക്കുമ്പോൾ തന്നെ ആ വെയിറ്റ് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. നല്ല ഒരു ഗേജ് ഉള്ള, മൊത്തത്തിൽ നല്ല ഒരു ഗേജ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. ബിൽഡ് ക്വാളിറ്റി നല്ല രീതിയിൽ നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ JSW ആയിട്ട് സഹകരിച്ചിട്ടാണ് MG ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി നമുക്കൊന്നും പറയാനില്ല. നമുക്കതൊരു ഇതിൽ വിരിക്കുമ്പോ തന്നെ നമുക്ക് അങ്ങനെ ഒരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ടൊന്നും തോന്നുന്നില്ല. പുറമേ കാണുമ്പോൾ ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. നല്ലൊരു സ്റ്റെബിലിറ്റി നമുക്ക് എന്തായാലും ഇതിനെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. യാത്രയൊക്കെ പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലേ പൊതുവെ ചാർജ് ഇല്ലാത്തത്. ഇത് ഒരു EV വണ്ടി പോകുമ്പോൾ ഉള്ള ഒരു പ്രശ്നം അതാണ്. പക്ഷെ അത് നമ്മൾ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമില്ല. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അത് പ്ലാനിങ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ഇപ്പം എനിക്കൊന്നും ഗൂഗിൾ മാപ്പിൽ തന്നെ സ്പോട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെ മാപ്പ് ഉണ്ടോന്നല്ല MGയുടെ മാപ്പ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ചാർജ് മോഡ് അങ്ങനെ KCVയുടെ ഒക്കെ ഇതിലാണ് നമുക്ക്. ജിൻഡോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാർജിങ് സ്പോട്ട് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ആവശ്യം ഇതിന്റെ ഇതിൽ വരുന്നില്ല. രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എടുത്തിട്ട് പോവാ, വൈകിട്ടാകുമ്പോൾ തിരിച്ചു വരാം, രാത്രി വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാം. നമുക്ക് ഒരു ദിവസം ഒരു 200 കിലോമീറ്ററിന് അപ്പുറമുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. അത്ര ഇല്ല. ഏകദേശം എന്റെ ആവറേജ് ഒരു ദിവസത്തെ യൂസ് ആവറേജ് നോക്കുവാണെങ്കിൽ ഒരു 80-90 കിലോമീറ്റർ ആണ് ഞാൻ ആവറേജ് ഓടുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം പുറത്തെ ചാർജിങ് സ്റ്റേഷനെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് നിലവിലില്ല. പലർക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും ജിൻഡോ, പിന്നെ മെയിൻ്റെനൻസ്. അതായത് ഇതിനൊന്നും മെയിൻ്റെനൻസ് ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമ്മൾ വണ്ടി എടുത്ത ടൈമിൽ ഒരു 1000 കിലോമീറ്ററിൽ ഒരു ചെക്കപ്പ് സാധാരണ ഉള്ള ഒരു ഇതാണ്. പിന്നീട് 10,000-ലാണ് സർവീസ് വരുന്നത്. സർവീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായി ഒന്നുമില്ല. ജസ്റ്റ് ലൂബ്രിക്കന്റ്, പിന്നെ വൈപ്പർ വാഷർ,
പിന്നെ AC-യുടെ വെന്റ് ക്ലീനിങ്, ഇതൊക്കെയാണ് വരുന്നത്. ഇതിന് ഓയിൽ ചേഞ്ച് അല്ല ഉണ്ടോ? എനിക്കറിയില്ല. ഇതിന് ഓയിൽ എന്നുള്ളത് ഇതിന്റെ മോട്ടറിന് ഒരു ഹബ് ഓയിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതാണ് അവര് ചേഞ്ച് ചെയ്യുക. ലൂബ്രിക്കന്റ് എന്ന് പറയും, ഹബിന്റെ ലൂബ്രിക്കന്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അത് വലിയ കാര്യമായി ഒന്നും അങ്ങനെ വരാറില്ല. ഒരു 700 മുതൽ 1500 എനിക്ക് ഇതുവരെ സർവീസിനായിട്ട് ചെലവാക്കേണ്ടി വന്നു. അതെ 10,000. എവരി 10,000 ആണ് നമുക്കിത് സർവീസ് ചെയ്യേണ്ടത്. ഇപ്പോ 30,000 സർവീസ് കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു 5,000 കൂടെ കഴിഞ്ഞാൽ അടുത്ത സർവീസിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അപ്പം ഇത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ EV വണ്ടികളുടെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഷോറൂം തന്നെ കൊണ്ടുപോകേണ്ടി വരും അല്ലേ? അതെ, ഷോറൂമിനെ നിലവിലത്തെ അവസ്ഥയിൽ നമുക്കിപ്പം ഷോറൂമിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും. കാരണം EV ഇതിന് കാര്യമായ സർവീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ അതിന്റെ ഒരു റെഗുലർ ആയിട്ടുള്ള കിലോമീറ്ററിലുള്ള ചെക്കപ്പും കാര്യങ്ങളുമാണ് അതിൽ കാര്യമായിട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു ചെറിയൊരു 2 വീലർ സർവീസ് ചെയ്യുന്നതിന്റെ അത്ര വരെ നമുക്ക് വരും കോസ്റ്റ് ഒക്കെ. അതെ, ഒരു 1500 താഴെയാണ് ഇതുവരെ എനിക്ക് വന്നിട്ടുള്ളത്. മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ടയർ മാത്രമേ ഇല്ല. അത് പിന്നെ ഏത് വണ്ടിക്കും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എക്സ്പെൻസ് ആയിട്ട് ടയർ ചെയ്യുന്നത്, എക്സ്പെൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ടയറിന്റെ മാറ്റുക എന്നുള്ളതാണ്. അതിപ്പം വണ്ടി കൂടുതൽ ഇലക്ട്രിക് വണ്ടിയാകുമ്പോൾ നമ്മൾ കൂടുതൽ ഓടിക്കും. അപ്പൊ ടയർ കൂടുതൽ തീരുമാനം എന്തായാലും ഉണ്ടാവും. ഇപ്പൊ ഞാൻ 4 ടയർ ഇപ്പം റീസെന്റ് ആണ് 30,000 ചേഞ്ച് ചെയ്തത്. അപ്പോൾ 4 ടയർ വാങ്ങാം. പിന്നെ ഇതിന്റെ ടയർ സൈസ് 12 ഇഞ്ചാണ്. അപ്പൊ അത്ര വലിയൊരു ചെലവ് ടയർ മാറുന്നതിൽ നമുക്ക് വരുന്നില്ല. 4 ടയർ ഒരു 10,000 11,000 ആ റേഞ്ചിൽ നമുക്ക് 4 ടയർ കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കറണ്ട് ബില്ല് എങ്ങനെ വീട്ടിലെല്ലാം വരുന്നത്? ഇപ്പൊ കറണ്ട് ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 17.3 കിലോ വാട്ടാണ് ഇതിന്റെ ബാറ്ററി പാക്ക് വരുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ 17.3 യൂണിറ്റ് ആണ് നമുക്കൊരു ഫുൾ ചാർജിന് ഇത് കൺസ്യൂം ചെയ്യുക. അപ്പോൾ കറണ്ട് ബില്ല് നമ്മൾ ഡെയിലി ഒരു 10 രൂപ ഒരു യൂണിറ്റിന് കണക്കൂട്ടിയാൽ തന്നെ ഒരു 170 രൂപയാണ് ഒരു ഫുൾ ചാർജിന് നമുക്ക് കോസ്റ്റ് വരിക. അപ്പോൾ ഡെയിലി നമ്മൾ ഫുൾ ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വീക്കിലി ഒരു 2 അല്ലെങ്കിൽ 3 നമുക്ക് ഫുൾ ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. കാരണം നമുക്ക് അത്രമാത്രം എല്ലാ ദിവസവും നമ്മൾ 200 കിലോമീറ്റർ വെച്ചിട്ട് ഓടുന്നില്ല. അപ്പോൾ ഒരു കറണ്ട് ബില്ല് വരിക എന്ന് പറഞ്ഞാൽ ഒരു 4,000 5,000 ഉള്ളിലാണ് എനിക്ക് ആദ്യ സമയങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. 2 മാസത്തേക്ക് അല്ലേ? അതെ 2 മാസത്തേക്ക് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. 5,000 രൂപ എന്ന് പറയുന്നത് ഒരു വലിയൊരു എമൗണ്ട് അല്ലല്ലോ. സാധാരണ ഈ വണ്ടി വാങ്ങിക്കുന്നതിന് മുമ്പ് എത്ര വന്നുകൊണ്ടിരുന്നത്? ആ സമയത്ത് എനിക്കൊരു 3,000 2,500-3,000 റേഞ്ചിലായിരുന്നു. ഒരു 2,000 രൂപ അഡീഷണൽ വന്നിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ സോളാർ ഞാൻ വെച്ചുകൊണ്ട് ഇപ്പം എനിക്ക് 0 കോസ്റ്റിലാണ് ഞാനിപ്പോ ഓടിക്കുന്നത്. സോളാർ ഉപയോഗിക്കുന്നുണ്ട്? അതെ ഞാൻ വീട്ടിൽ സോളാർ ചെയ്തുകൊണ്ട് എനിക്കിപ്പം കറണ്ട് ബില്ല് ആയിട്ട് അങ്ങനെ കാര്യമായി വരുന്നില്ല. ഒരു 300-400 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം പിന്നെ ശരിക്കും എക്സ്പെൻസ് ഇല്ലാണ്ടാണ് 0 കോസ്റ്റിലാണ് ഇത് ഓടിക്കാം. സോളാർ വെച്ചാൽ നമുക്കിത് ഏകദേശം 0 കോസ്റ്റിൽ തന്നെ ഓടിക്കാൻ വേണ്ടി. സോളാർ സക്സസ് തന്നെയാ ശരിക്കും? സോളാർ സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ ഈ വണ്ടി എടുത്തിട്ട് ഒരു 4 മാസം കഴിഞ്ഞപ്പോഴാണ് വെച്ചത്. 3-4 മാസത്തിനുള്ളിൽ. അപ്പം സക്സസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നിലവിലെ കണ്ടീഷനിൽ നമുക്ക് EV ഉണ്ടെങ്കിൽ അതിപ്പോ ഒരു സക്സസ് ആണ്. EV ഉണ്ടെങ്കിൽ EV ആണല്ലോ ഏറ്റവും മെയിൻ ആയിട്ട് ഇപ്പം ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നിലവിലെ കണ്ടീഷനിൽ ലാഭകരമാണ്. പിന്നെ നല്ല മെക്കാഡം റോഡുകളിലൊക്കെ ആണെങ്കിൽ വളരെ കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ കാര്യമായ ബോഡി റോളുകളൊന്നും ഫീൽ ചെയ്യാറില്ല. ഇപ്പോൾ കാര്യമായ ബോഡി റോൾ നമുക്ക് ഫീൽ ചെയ്യാറില്ല. പിന്നെ മോശം റോഡ് കണ്ടീഷനിൽ ബോഡി റോൾ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇത് ചെറിയ ടയർ സൈസ് ആണ്. അപ്പൊ നമുക്ക് ബോഡി റോൾ ഇതിന്റെ ഒരു സ്ട്രക്ചറും അങ്ങനെ SUV എന്ന് പറയാൻ കഴിയില്ല. ഇതിന്റെ എല്ലാം കൂടി ഒരു എന്താ പറയാ, ഒരു ഹാച്ച് ബാക്കും അല്ല, SUV അല്ല, ഒരു ബോക്സി ഷേപ്പിലുള്ള ഇത്. SUV എന്ന് പറയുമ്പോൾ അത് കാറ്റഗറിയോ മാറി. ഹാച്ച് ബാക്കിനെ ഒന്നുകൂടെ കട്ട് ചെയ്ത് എങ്ങനെ ഇരിക്കുമോ ആ ഒരു റേഞ്ചിലേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫ്രണ്ട് സീറ്റ് 2 പേരാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്. ബാക്കിലെ സീറ്റിൽ നമുക്ക് അത്രമാത്രം പറയാനില്ല. ബാക്ക് സീറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അത്ര ഒരു കംഫർട്ട്, ബാക്ക് സീറ്റ് അത്ര ഒരു കംഫർട്ടബിൾ ആണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അതൊരു 2 കുട്ടികളോ അല്ലെങ്കിൽ വളരെ കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോൾ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ഇപ്പൊ 2 കുട്ടികൾ ഉള്ളവരാണെങ്കിൽ ഹസ്ബൻഡും ഡ്രൈവ് ഫ്രണ്ടിൽ ഇരിക്കാം, ബാക്കിൽ കുട്ടികളെ ഇരുത്താം. അങ്ങനെയുള്ള ഒരു കുട്ടികളെ ഇരുന്നാൽ അഡൽസിനും ഇരിക്കാം. പക്ഷെ ഒരുപാട് ദൂരം ഒന്നും യാത്ര ചെയ്യാൻ തീരെ കംഫർട്ടബിൾ അല്ല ബാക്ക് സീറ്റ്. ഫ്രണ്ടിലെ 2 സീറ്റ് മാത്രമേ നമുക്ക് കംഫർട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിക്കും കാണുമ്പോ ഈ വണ്ടി പിന്നെ റോഡില്
ഒഴുകിയിട്ടാണ് പോകുന്നത്. അതായത് ബോഡി റോളിംഗ് ഒന്നും ഇല്ല ഒരു. പക്ഷെ ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയാണ്, അടി തട്ടുന്നോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? ഇതിന് കാണുമ്പോൾ നമുക്ക് അടി തട്ടുന്ന പോലെ ഫീല് ഒരു കാഴ്ചയിൽ തോന്നും. അത് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് സാധാരണ ഒരു വാഗണർ ആ റേഞ്ചിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിനുള്ളത്. ഉണ്ടല്ലോ, അത്രയുണ്ട്. പക്ഷെ ഞാനിത് എല്ലാവിധ കണ്ടീഷനിലും ഇത് ഓടിച്ചിട്ടുണ്ട്. വളരെ മോശം റോഡിൽ കൂടെ ഓടിച്ചു. അടി തട്ടുമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ഇതുവരെ അടി തട്ടിയിട്ടില്ല ഈ വണ്ടി. ഇതിന് മുമ്പ് ഓടിച്ച വണ്ടികളുടെ വരെ അടി തട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കാണുമ്പോൾ നമുക്ക് റോഡിൽ എഴുകിയിട്ടാന്ന് പോകുന്നില്ല ഒരു ഫീൽ കണ്ണുകൊണ്ട് തോന്നുന്നു. ഇല്ല ഇന്ന് വരെ എനിക്ക് അടി എവിടെയും തട്ടിയിട്ടില്ല. കാരണം ഇതിന്റെ അടിയിൽ കാര്യമായി ഒന്നും ഇല്ലാത്ത കൊണ്ടും വളരെ ഗ്യാപ്പാണ്. അതുകൊണ്ട് അടി തട്ടുക എന്നുള്ളൊരു അടി തട്ടിയിട്ടില്ല ഇന്ന് വരെ. ഞാൻ അടി തട്ടുമെന്നാണ് എനിക്കും തോന്നിയത്. പക്ഷെ അത്ര മോശം റോഡില്, ഫോറസ്റ്റ് റോഡിൽ വരെ ഓടിച്ചിട്ടും അടി വരെ തട്ടിയിട്ടില്ല. അതൊരു വലിയ പ്ലസ് ആയിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. കാരണം ചെറിയ വണ്ടി നമ്മൾ കാണുമ്പോൾ തന്നെ അടി തട്ടുന്നില്ല ഫീൽ നമ്മളെ കണ്ണുകൊണ്ട് കാണുമ്പോൾ തോന്നുന്നു. പക്ഷെ അടി തട്ടിയിട്ടില്ല. അതൊരു വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഞാനിപ്പോ കുറച്ച് ഡ്രൈവ് ചെയ്ത് നോക്കുന്നുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം. ഞാൻ മുമ്പ് EV വണ്ടി എടുത്തിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. 4 സൈഡും വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇതിലിപ്പോ ഒരു നമുക്ക് ബേസ് വേരിയന്റിൽ തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ കമ്പനി തരുന്നുണ്ട്. വലിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, വലിയ സൈസുള്ള ഡിസ്പ്ലേ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ചെറിയ ഡിസ്പ്ലേ തന്നെ അത്യാവശ്യം ഇൻഡിക്കേഷൻ, ഡോർ ഓപ്പണിംഗ് ഇൻഡിക്കേഷൻ തുടങ്ങിയ എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് പവർ വിൻഡോ. അതെ 2 പവർ വിൻഡോ ഉണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചർ ആയിട്ടുള്ള 2 എയർ ബാഗ്, പിന്നെ ABS CBD അതൊക്കെ ഇതിലുണ്ട്. ഇത്രയും ചെറിയ വണ്ടിയിൽ അതെ. പിന്നെ ഇതിൽ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രോണിക്കലി ചെയ്യാൻ പറ്റുന്ന ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീഡ് സെൻസിങ്, ഡോർ ലോക്ക് എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ, റൂഫ് ലൈറ്റ് ഒക്കെ ബേസ് വേരിയന്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടതിൽ കൂടുതൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെ. പിന്നെ ഞാനിപ്പോ നമ്മളിപ്പോ ചേഞ്ച് ചെയ്യുമ്പോ ജിൻഡോ ശരിക്കും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അപ്പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ജിൻഡോ ഇതിലെ തന്നെ വന്നു, ഇതിന്റെ ഇടയ്ക്ക് തന്നെ. അത് ഈ വണ്ടിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ ഒരു സ്പേസ് ഫുൾ ഫ്രീ ആണ്. നമ്മള് വളരെ ക്ലോസർ ആയിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് വാളിന്റെ ഒക്കെ അടുത്ത് ഒതുക്കി പാർക്ക് ചെയ്യേണ്ട ഒരു അവസരത്തിൽ നമുക്ക് ഡ്രൈവിംഗ് സൈഡിൽ നിന്ന് ഇപ്പുറം സൈഡിലേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇറങ്ങാനും, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ എക്സ്ചേഞ്ച് ചെയ്യുന്നതും വളരെ ഈസി ആയിട്ട് ചെയ്യാം. അത് വളരെ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സെൻട്രൽ ടണൽ ഇല്ലാത്തതുകൊണ്ട് വളരെ ഈസിയാണ്. വളരെ ഈസി. ജിൻഡോ തന്നെ ഉപയോഗിക്കുന്ന ഫാമിലിയില് ഞാനിത് വൈഫിനെ ഉദ്ദേശിച്ചാണ് ഈ വണ്ടി വാങ്ങിയത്. പക്ഷെ ഇത് വണ്ടി വാങ്ങിയതിന് ശേഷം പിന്നെ ഇതിന്റെ ഓടിക്കാനുള്ള ഒരു ഇഷ്ടവും, പിന്നെ ഇതില് കംഫർട്ടും, പിന്നെ മറ്റേ വണ്ടിയുടെ പെട്രോൾ ചെലവ് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെയായി ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ആളെന്നുള്ള രീതിക്ക്. വൈഫ് ഇടയ്ക്ക് യൂസ് ചെയ്യലുണ്ട്. പക്ഷെ ലേഡീസിന് വളരെ കൺവീനിയന്റ് ആണ് ഈ വണ്ടി. പിന്നെ എനിക്കാണ് ഓട്ടം കൂടുതൽ. അപ്പം നമുക്ക് ഈ ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ അത് ഓടിച്ച് മുതലാക്കുക എന്നുള്ള ഒരു ഇതിൽ ഞാൻ തന്നെയാണ് കൂടുതലും ഇപ്പൊ ഉപയോഗിക്കുന്നത് വണ്ടി. നമുക്ക് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി പറഞ്ഞാലോ? ഇതിന്റെ നെഗറ്റീവിനെ പറ്റി പറയുമ്പോൾ നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണോ എന്നറിയില്ല. 2 ഡോർ ഉള്ളത് വളരെ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ അല്ല എന്നുള്ളത് പലരും ഇങ്ങനെ പറയും. പക്ഷെ അത് വണ്ടി കമ്പനി ഇറക്കിയിരിക്കുന്നത് തന്നെ ഒരു സിറ്റി ഡ്രൈവിന് വേണ്ടി, ഒരു സിറ്റി കാർ ആയിട്ട് ഇറക്കിയിരിക്കുന്നത്. ബാക്കിലുള്ളവർക്ക് ഡോർ ഇല്ല, നമ്മളെ ഫ്രണ്ട് നമുക്ക് ഒരു ഫ്രണ്ടിലെ കോ ഡ്രൈവർ സീറ്റ് സ്ലൈഡ് ചെയ്തിട്ട് ഒരാൾക്കുള്ളിലേക്ക് കയറണം. അതൊരു നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് വണ്ടിയുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഉണ്ടാക്കിയിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് അതിനെ ഒരു നെഗറ്റീവ് പറയാൻ കഴിയില്ല. പിന്നെ ഉള്ളത് ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തതൊരു നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ഉദ്ദേശം ആ കമ്പനി ഇറക്കിയിരിക്കുന്നത് തന്നെ സിറ്റി ഡ്രൈവില് ഉള്ള ആൾക്കാർക്കും ഡെയിലി പോയി വരുന്ന ആൾക്കാർക്കും ഓവർനൈറ്റ് വീട്ടിൽ ചാർജ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ആയതുകൊണ്ട് അതൊരു നെഗറ്റീവ് ആയിട്ട് വരില്ല. അതൊരു നെഗറ്റീവ് ഇല്ല, അങ്ങനെ പറയാൻ കഴിയില്ല നമുക്ക്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ റേഡിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ. വണ്ടി താക്കോലിട്ട് അപ്പം തന്നെ റേഡിയോ പ്രവർത്തിച്ചു തുടങ്ങും. അത് എപ്പോൾ ഓഫാക്കി വെച്ചാലും എപ്പോൾ താക്കോലിട്ടാലും അത് റേഡിയോ അല്ലെങ്കിൽ മീഡിയ പ്ലെയർ പ്രവർത്തിക്കുന്നുള്ള ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, അത് ഓഫാക്കി നമ്മൾ മാനുവലായിട്ട് എല്ലാ ടൈമിലും ഓഫ് ആക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ്. വണ്ടി കീ ഇട്ട പാടെ മീഡിയ പ്ലേ ചെയ്ത് തുടങ്ങും. അല്ല, മീഡിയ അല്ല, റേഡിയോ ആണെങ്കിൽ റേഡിയോ സോങ് അത് പ്ലേ ചെയ്ത് തുടങ്ങും. അതൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഉദ്ദേശത്തിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ എനിക്ക് കാര്യമായ നെഗറ്റീവ് പറയാനില്ല.
അപ്പം ഇത്ര കാലം ഉപയോഗിച്ചിട്ട് നെഗറ്റീവായിട്ട് ഒന്നും ഇത് ഈ ചെറിയൊരു കാര്യമല്ലാന്ന് ജിൻഡോ നെഗറ്റീവായിട്ട് പറയുന്നത്. അതൊരു നെഗറ്റീവാണെന്ന് പറയാൻ പറ്റില്ല. ഇത് വണ്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റേഞ്ച് കിട്ടാത്തത്, പിന്നെ എനിക്ക് അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടായി ഇങ്ങനെ കംപ്ലൈന്റ് ഉണ്ടായി, അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല അല്ല ഇത്ര ഒരു വർഷമായിട്ട്. ഇതില് ഇന്ന് വരെ ഈ 35,000 കിലോമീറ്റർ ഓടിച്ചിട്ടും സിംഗിൾ ആയിട്ടുള്ള ഒരു തലവേദന ഇതും കൊണ്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്ലസ് ആയിട്ട് പറയാം. കാരണം എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂ അങ്ങനെ മറ്റു പ്രശ്നങ്ങളോ കാരണം വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയി. വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ ജിൻഡോ ഇതുപോലെ കോമറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ? കോമറ്റ് ഉപയോഗിച്ചവർക്ക് ആർക്കും അങ്ങനെ അധികം നെഗറ്റീവ് ഞാനും എവിടെയും കേട്ടിട്ടില്ല. കാരണം ഇതും കൊണ്ട് അങ്ങനെ ഒരു തലവേദന ഈ വണ്ടി അങ്ങനെ ഉണ്ടാക്കാറില്ല. സാധാരണഗതിയിൽ ഇതിന്റെ നെഗറ്റീവ് വരിക എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എറർ, അങ്ങനെ വണ്ടി മൂവ് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നമാണ് നെഗറ്റീവായിട്ട് വരാറുള്ളത്. അങ്ങനെ ഒരു പ്രശ്നം ഇത്രയും കിലോമീറ്റർ ഓടിച്ചപ്പോഴും വന്നിട്ടില്ല. നമുക്ക് വണ്ടി എവിടെയെങ്കിലും വഴിക്കായി എന്നുള്ള രീതിയിൽ നമുക്ക് ഷോറൂമിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. അപ്പം ജിൻഡോ ഇപ്പൊ ഒരു വർഷം ഉപയോഗിച്ച് 35,000 കിലോമീറ്റർ ഓടിച്ചിട്ട് ആള് സാറ്റിസ്ഫൈഡ് ആണ്? അതെ, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെ ഉള്ള ഒരു ഇത്രയും കിലോമീറ്റർ ഓടിച്ചതിന്റെ അഭിപ്രായത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ വണ്ടി. പിന്നെ ഈ അടുത്ത കാലത്തൊന്ന് ഹാൻഡ് ബ്രേക്ക് ഒന്ന് ബാക്ക് വീലിലൊന്ന് ജാം ആയതിനിട്ട് കുറച്ച് ഓടിയ കാരണം അതിന്റെ സിലിണ്ടറും ഹബ്ബും ഒക്കെ പിടിച്ചു പോയിരുന്നു. അപ്പൊ അത് ശ്രദ്ധിക്കാണ്ട് എടുത്തു പോയതാ. അത് ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ഈ വണ്ടി മഴക്കാലത്ത് ഹബിനുള്ളിൽ വെള്ളം കയറിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ച വണ്ടി റിലീസ് ആവാത്തതിന്റെ പേര് വന്നാണ്. പക്ഷെ നമുക്കത് അറിയാൻ കഴിയില്ല. പക്ഷെ വണ്ടി ഓടുന്നുണ്ടായിരുന്നു. പക്ഷെ ബ്രേക്ക് ലാൻഡർ അതിനുള്ളിൽ ഉരഞ്ഞിട്ട് അതിന്റെ മെറ്റൽ പാർട്ട് തമ്മിൽ ഉരഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെ ആയത്. പിന്നെ സാധാ ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നത് കൂടിയ വേരിയന്റിൽ അത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ് വരുന്നത്. ഈ ഹാൻഡ് ബ്രേക്ക് നമ്മളിപ്പം അത് ശരിക്കും ജിൻഡോന്റെ മിസ്റ്റേക്ക് അല്ലേ ശ്രദ്ധിക്കാത്തത്? ശരിക്കും അത് എന്റെ മിസ്റ്റേക്ക് എന്ന് പറയാനില്ല. അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഇപ്പം ഹാൻഡ് ബ്രേക്ക് പ്രോപ്പറായി റിലീസ് ആവാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത്. ഹാൻഡ് ബ്രേക്ക് ഇൻഡിക്കേഷൻ ഉണ്ട്, പക്ഷെ പ്രോപ്പറായിട്ട് വീലിൽ നിന്ന് അത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അത് അവിടെ ഇരുന്ന് ഉരഞ്ഞിട്ട് വേറൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം. അത് എനിക്ക് അത് എല്ലാ MG കോമറ്റിനും എല്ലാ വണ്ടിക്കും വരണമെന്നില്ല. എനിക്കുണ്ടായി. പിന്നെ അത് ഹബില് റസ്റ്റിങ്ങോ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇത് പ്രോപ്പറായി റിലീസ് ആയിട്ടില്ല. അതുകൊണ്ട് ഇത് മെറ്റൽ തമ്മിലുള്ള ഫ്രിക്ഷന്റെ പുറത്ത് നടന്ന കാര്യമാണ്. അത് പിന്നെ അവർ ക്ലിയർ ആക്കി തന്നു. ഫ്രീ ആയിട്ടല്ല, അതിന് സിലിണ്ടർ ഇത് വിയർ ആൻഡ് ടിയർ വരുന്ന സാധനം ആയതുകൊണ്ട് അതിന് ഫ്രീ ആയിട്ട് അല്ല ചെയ്തത്. ഞാനത് ഏകദേശം ഒരു 4,000-5,000 പേയ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു സിലിണ്ടർ. പിന്നെ ഞാൻ ചോദിക്കുന്നത് ജിൻഡോ, നമ്മളിപ്പം പിന്നെ ഇതിന്റെ MGന്റെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ MG ശരിക്കും ബ്രാൻഡ് MG എന്ന് പറഞ്ഞാല് ഇത് ചൈനീസ് ബ്രാൻഡ് അല്ലേ? ഇത് ബ്രിട്ടീഷ് ലെഗസി ആണ് ഇതിനുള്ളത്. ഇതിന്റെ ബ്രിട്ടീഷിന്റെ ഒരു ഫ്ലാഗ് ഒക്കെ ഇതിൽ ബാക്കിൽ കണ്ടു. അത് മോറിസ് ഗാരേജ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് കമ്പനിയെ ചൈനീസ് കമ്പനിയെ ഏറ്റെടുത്തതിന് ശേഷം ചൈനീസ് ആണ് ഇപ്പം വണ്ടി. പിന്നെ അവിടെ ഇത് വൂളിങ് എയർ EV എന്ന് പറയുന്ന ഇതിൽ ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. കുറെ അധികം യൂണിറ്റുകൾ ഒരു പല സ്ഥലങ്ങളിലും ചൈനയിലും ഒക്കെ ആയിട്ട് വിറ്റ് ടൈം ടെസ്റ്റ് ചെയ്ത ഒരു വണ്ടിയാണ്. ഇപ്പം ചോദിക്കുന്നത് MGന്റെ ഷോറൂമിലെല്ലാം പോയ നല്ല സർവീസും കാര്യങ്ങളും റെസ്പോൺസും അവരുടെ ഇതൊക്കെ എങ്ങനെയാണ്? അതെ, എനിക്കിപ്പം MGയുടെ സർവീസിനെ പറ്റി വലിയ മോശം പറയാനില്ല. കാരണം എല്ലാം കറക്റ്റായിട്ട് അവർ അറ്റൻഡ് ചെയ്യുകയും ഫീഡ്ബാക്കുകളൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് അവരുടെ ഒരു മനോഭാവം ഇതുവരെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ വളരെ വൃത്തിയായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നിലവിൽ ഇതുവരെയുള്ള 30,000 സർവീസ് വരെയുള്ള ഒരു ഇതിൽ അങ്ങനെ മോശമായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അതെ, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. എനിക്കിപ്പോ ജിൻഡോ കുറച്ച് ഓടിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെയാണ് വണ്ടി. അത്യാവശ്യം നമ്മളിപ്പോ എക്കോ മോഡിലല്ലേ പോകുന്നത്. എക്കോ മോഡില് വണ്ടി ഓക്കെ ആണ്. എല്ലാം വിസിബിലിറ്റി ഉണ്ട്, റോഡിൽ പ്രസൻസ് നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഹൈറ്റ് കുറച്ച് കൂടുതൽ ഇല്ലോണ്ട് കുറച്ചൊരു കുനിഞ്ഞിരിക്കേണ്ട ഒരു ഫീല് വരുന്നുണ്ട്. ഞാൻ ജിൻഡോട് ചോദിച്ചത് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോന്ന്. ഈ ഒരു ഇതിനില്ല അല്ലേ? എനിക്ക് നല്ലൊരു ഹൈറ്റ് ഇല്ല. നമുക്ക് ആകെ ചെയ്യാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് ഇത് സ്ലാൻഡ് ചെയ്യാന്ന് മാത്രമേ അതേ ഉള്ളൂ. ഈ സീറ്റിംഗ് പൊസിഷൻ എനിക്കിപ്പം കറക്റ്റായി. ഹൈറ്റ് ഉള്ളവർക്ക് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ ജിൻഡോ പറഞ്ഞിട്ടാണ് മാറ്റി ഓടിച്ചത്. സീറ്റ് കുറച്ച് ബാക്കോട്ടാക്കി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായി. ബാക്ക് റെസ്റ്റ് കുറച്ച് സ്ലാൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഒരു കറക്റ്റ് സീറ്റിംഗ് പൊസിഷൻ കിട്ടി. ഇപ്പം എനിക്ക് ഓക്കെ ആണ്. ഞാൻ ഇപ്പോൾ കുറേ മോഡൽ മാറ്റി ഉപയോഗിച്ച് ഓടിച്ചു നോക്കി. വണ്ടി പക്കയാന്ന്.
നമുക്ക് ഫ്രണ്ട് വളരെ വ്യക്തമായിട്ട് അതെ, കാണാൻ അതെ, വേണ്ടിട്ട് പറ്റുന്നുണ്ട്. ഒരു കട്ട് ചെയ്യാല്ലേ അതെ, സിറ്റിയിലെല്ലാം നമുക്ക് അതെ, അടുത്ത് പോയിട്ട് കട്ട് ചെയ്യാം. പാർക്കിംഗ് സിറ്റിയിൽ എവിടെയും ചെറിയൊരു സ്പേസിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. അതെ, അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. കാരണം നമുക്കൊരു ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഒതുക്കി വെച്ചിട്ട് പോകാൻ കഴിയും. പിന്നെ ചെറിയൊരു ഗ്യാപ്പ് മതി നമുക്ക് ഇത് ഓടിച്ചെടുത്തുകൊണ്ട് പോകാൻ. അതൊക്കെ വളരെ കൺവീനിയന്റ് ആണ്. മുമ്പ് ഒമിനിയെല്ലാം ഇല്ല പോലെ. അതെ, അതെ, നമുക്ക് വളരെ വിസിബിൾ ആണ് ഇതിന്റെ ഫ്രണ്ട്. അപ്പൊ ഗൈസ് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ജിൻഡോ സാറ്റിസ്ഫൈഡ് ആണല്ലേ ജിൻഡോ? ഞാനിതില് ഏകദേശം ഞാനിതില് സാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെയുള്ള വണ്ടിയുടെ പെർഫോമൻസിലും കാര്യങ്ങളിലും കിലോമീറ്റർ ഓടിച്ചെന്നുള്ള എക്സ്പീരിയൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വേറെ അങ്ങനെ കാര്യമായ മോശം പറയാൻ. ജിൻഡോ ഇപ്പൊ വേറൊരാൾക്ക് ഈ ഒരു വണ്ടി റെക്കമെൻഡ് ചെയ്യുമോ? ഞാൻ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യും. കാരണം ഈ വണ്ടി മെയിൻ ആയിട്ടും നമുക്ക് ഇതുകൊണ്ടുള്ള ഈ വണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടെന്ന് അറിയാമോ ജിൻഡോ റെക്കമെൻഡ് ചെയ്യുന്നത്? ഡെയിലി ഇത്ര ജിൻഡോ ഉപയോഗിക്കുന്ന പോലെ ഇത്ര കിലോമീറ്റർ പോകുന്ന ആൾക്കേ റെക്കമെൻഡ് ചെയ്യൂ. അതെ, 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 അതെ. ഒരു 100 കിലോമീറ്റർ എങ്കിലും പോകണം ഡെയിലി. അതെ, അതെ, മിനിമം ഒരു 70 കിലോമീറ്റർ എങ്കിലും ഓടിക്കുന്ന ആൾക്ക് നമുക്കിത്. കാരണം ഇതിന്റെ പ്രൈസിങ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ നമ്മുടെ ഫ്യൂവൽ കോസ്റ്റും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനെ ഒരു 1 lakh കിലോമീറ്റർ അല്ലെ 1,25,000 ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ വില വെച്ച് നോക്കാൻ നമുക്കത് ഊരിയെടുക്കാം. അതെ. അപ്പൊ ഗൈസ് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ ഒരു വണ്ടിയായിട്ട് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്, ജെന്യൂൻ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ജിൻഡോ വഴി. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങളെ കോമൻറ്റ് ഇതുപോലുള്ള ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എത്ര കിലോമീറ്റർ ഓടി, അതുപോലുള്ള പോസിറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക EV വണ്ടികളെ കുറിച്ചിട്ട്. ഇനി പെട്രോൾ CNG വണ്ടികളെല്ലാം ഉപയോഗിക്കുന്നവരുണ്ട്, അവർക്കും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.